സീറോ മലബാർ സഭ സിനഡിന്റെ താക്കീതിന് പിന്നാലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിക്കും സിസ്റ്റർ ലൂസിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അൽമായ സംഘടനകൾ രംഗത്ത്. ഇരുവരുടെയും പിന്നിൽ മത തീവ്രവാദ സംഘടനകളും ഭീകരവാദികളും. സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഫോൺ കോളുകളും പരിശോധിക്കണമെന്നും ഫാദർ വട്ടോളിയുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കണമെന്നും കത്തോലിക്ക അൽമായ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് നേരത്തെ തന്നെ പോലീസിനെ സമീപിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു. എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന SOS എന്ന കന്യാസ്ത്രീ സമരത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഫാദർ അഗസ്റ്റിൻ വട്ടോളി. ആ സമരത്തെ സഭാവിരുദ്ധരുടെ കൂട്ടായ്മയാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ചയാളാണ് സിസ്റ്റർ ലൂസി. ഇരുവർക്കും യാതൊരു കാര്യവുമില്ലാത്ത വിഷയത്തെയാണ് സഭയെ പൊതുജനമധ്യത്തിൽ താറടിക്കാനായി ഇവർ ഏറ്റെടുത്തത്. ഈ സമരത്തിൽ മാവോയിസ്റ്റ് ബന്ധമുള്ളവരും മറ്റു മതങ്ങളിലെ തീവ്രവാദികളുമടക്കം ഇടം പിടിച്ചിരുന്നു. ഇവർ ഇവിടെ എത്തിയത് ഫാദർ വട്ടോളിയുടെയും സിസ്റ്റർ ലൂസിയുടെയും ഇടപെടലിലൂടെയാണെന്ന് കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഫാദർ വട്ടോളിയച്ചന് മാവോയിസ്റ്റുകളുമായും തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധം അങ്ങാടിപ്പാട്ടാണ്. അച്ഛൻ്റെ ഈ ബന്ധം ഉപയോഗിച്ചാണ് സഭയ്ക്കെതിരെ നടന്ന വിവിധ സമരങ്ങളിൽ കട്ടിൽ സമരം, വഞ്ചി സ്ക്വയർ സമരം അടക്കമുള്ളിടത്തെ ആൾക്കൂട്ടവും ആൾസാന്നിധ്യവും ഈ മാവോയിസ്റ്റ് തീവ്രവാദ ബന്ധത്തിൻ്റെ പരിണത ഫലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഫാദർ വട്ടോളിയുടെ മാവോയിസ്റ്റ് ബന്ധം ആദ്യം ചൂണ്ടിക്കാട്ടിയത് കാത്തലിക് ഫോറമായിരുന്നു. കർദിനാളിനെതിരായ ഭൂമിക്കേസുമായി വരികയും മൗണ്ടിലടക്കം ഇത്തരക്കാരെ എത്തിച്ച് സഭാധികാരികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഫാദർ വട്ടോളിയായിരുന്നു. കാത്തലിക് ഫോറം തുടക്കം മുതൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിഷയം ഉയർന്നു വന്ന സാഹചര്യം മുതൽ തന്നെ സഭയുടെ വിവിധ വേദികളിലും പൊതുസമൂഹത്തിന് മുമ്പിലും നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണം ഇന്ന് ശരിവെക്കുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട സീറോ മലബാർ സഭ സിനഡിന്റെ പത്രക്കുറിപ്പ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഫാദർ വട്ടോളിയുടെയും സിസ്റ്റർ ലൂസിയുടെയും മാവോയിസ്റ്റുകളടക്കമുള്ള തീവ്രവാദികളുമായുള്ള ബന്ധം അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബിനു ചാക്കോ ആവശ്യപ്പെട്ടു. കാരക്കാമലയിലെ സിസ്റ്റർ ലൂസിയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുമെന്നും സമര കോലാഹലങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ സാന്നിധ്യം വളരെ പ്രകടമാണ്. അതേപോലെ തന്നെ സമരങ്ങളുടെ ഭാഗമായി സഭയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സകല പോരാട്ടങ്ങളെയും സഭാവിശ്വാസികൾ ഒന്നടങ്കം ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇരുവർക്കുമെതിരെയുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് കത്തോലിക്ക അൽമായ സംഘടനകൾ വ്യക്തമാക്കി. ഷെഖേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.